ഒരു ബിസിനസ് കോച്ച് എന്ന നിലയിൽ സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്റെ ഇത്രയും കാലത്തെ ബിസിനസ്സുകാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒന്നും എക്സ്പീരിയൻസ് ഒന്നും ഞാൻ മനസ്സിലാക്കിയത് 4 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ നിഷ് കണ്ടെത്തുക എന്നുള്ളത്. സോ വാട്ട് ഈസ് എ നിഷ്? എ നിഷ് ഈസ് എ മാർക്കറ്റ് വേർ ദർ ഈസ് ഹൈ ഡിമാൻഡ് ആൻഡ് ലോ സപ്ലൈ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള, ഏറ്റവും കുറഞ്ഞ സപ്ലൈ ഉള്ള ഒരു മേഖലയിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഗുഡ് നിഷും ഉണ്ട്, ബാഡ് നിഷും ഉണ്ട്. ഗുഡ് നിഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൈ സെയിൽസ് ഓപ്പർച്യൂണിറ്റി, ലോ കസ്റ്റമർ സർവീസ്, ഹൈ പ്രോഫിറ്റ് മാർജിൻ. ഇതിനാണ് നമ്മൾ ഗുഡ് നിഷ് എന്ന് പറയുന്നത്. ബാഡ് നിഷ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ലോ പ്രോഫിറ്റ് മാർജിൻ, ഹൈ കസ്റ്റമർ സർവീസ്, ലോ സെയിൽസ് ഓപ്പർച്യൂണിറ്റി. ഇത് ബാഡ് നിഷ് ആണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും ബിസിനസ് മടിക്കില്ല. നമ്മൾ ഏത് അർദ്ധരാത്രിയിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങളുടെ പാഷനെയും നിങ്ങളുടെ സ്കില്ലിനെയും കണക്ട് ചെയ്യുക. പാഷനേറ്റ് ആണ്, പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ മേഖലയിൽ സ്കില്ല് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾക്ക് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ റിസോഴ്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ ബിസിനസ് ചെയ്താൽ വിജയിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, നിങ്ങൾക്ക് പാഷനേറ്റും ആണ് സ്കിൽഡും ആണെങ്കിൽ ആ പാഷനേറ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്, അല്ലെങ്കിൽ ഈ ലോകത്തിന്, ഈ സൊസൈറ്റിക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാടിന് നിങ്ങളുടെ ഈ പാഷനേറ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു പെയിൻ പോയിന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു റിക്വയർമെന്റ് ഉണ്ടോ, അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് മൂന്നും മാച്ച് ആവുന്നുണ്ടെങ്കിൽ നാലാമത് എന്താണ്, അതിൽ നിങ്ങൾക്ക് ഹൈ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടോ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അത് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 4 ക്രൈറ്റീരിയയും മാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് വിജയിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്.